ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ കപ്പയും മുട്ടയും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്, എന്നാൽ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളൊരു വിഭവമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കണം. നമുക്ക് ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. ഞാൻ ഈ പാത്രത്തിൽ ഏതാണ്ട് ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ശരിക്കും തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ കപ്പയാണ്, ഏതാണ്ട് ഒരു 900 ഗ്രാം കാണും. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം, എന്നാലാണ് ഇത് ശരിക്കും വെന്ത് ഉടഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം കപ്പ നമുക്ക് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് നമ്മൾ ഞെക്കി നോക്കുമ്പോൾ ശരിക്കും ഉടഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കപ്പ വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 5 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 1 കിലോ കപ്പയ്ക്ക് 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുട്ട കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വലിയ മുട്ടയാണെങ്കിൽ 4 മുട്ട എടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഇടത്തരം മുട്ട 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഈ മുട്ടയിലേക്ക് ഒരു സവോളയുടെ ഒരു 1/4 ഭാഗം അരിഞ്ഞത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു പച്ചമുളകാണ്, ഒരു എരിവുള്ള പച്ചമുളക് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും മുറിച്ചിട്ടു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യില്ല, അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട പൊരിച്ചെടുക്കാനായിട്ടൊരു പാത്രം അടപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ മുട്ട നമ്മൾ ഇതിലേക്ക് പച്ചമുളകൊന്നും എരിവൊന്നും അധികം കൂടുതൽ നമ്മൾ ചേർക്കണ്ട, കാരണം നമ്മൾ കപ്പയിൽ ആവശ്യത്തിനുള്ള എരിവൊക്കെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ശരിക്കും ഒന്ന് ചിക്കി പൊരിച്ച് നന്നായിട്ടൊന്ന് മുട്ട വറുത്തെടുക്കാം. ഇനി കപ്പയും മുട്ടയും തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നന്നായി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അല്പം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. പിന്നെ ഞാനിവിടെ ഒരു ഇടത്തരം സവോള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. സവോളയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് മൂപ്പിക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം. മല്ലിപ്പൊടിയും ശരിക്ക് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ എനിക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എരിവും മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കപ്പയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ഈ കപ്പയൊന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചില്ലിൻ്റെ ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ അടുത്ത് സ്റ്റീൽ ഗ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കപ്പ നന്നായിട്ടൊന്ന് ഗ്ലാസ് വെച്ചിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഉടച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ ഉടയ്ക്കുമ്പോഴായിരിക്കും ഈ കപ്പയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട വറുത്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ മുട്ട വറുത്തതും കൂടി ചേർത്തിട്ട് നമുക്ക് പിന്നെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കപ്പയും മുട്ടയും റെഡിയായി കഴിഞ്ഞു. ഇത് തട്ടുകട സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുകളിൽ അല്പം കുരുമുളക് പൊടിയും കൂടി വിതറി സെർവ് ചെയ്യാവുന്നതാണ്.